നഴ്സിംഗിന് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ആണ് എന്നാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പറയുന്ന പോലെ ജോലിയോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാം. നമുക്കൊരു അനിമേഷന്റെ ക്ലാസ് അല്ലെങ്കിൽ അനിമേഷന്റെ സഹായത്തോടു കൂടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു ദീർഘകാലത്തെ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ആവശ്യപ്രകാരമാണ് നമ്മൾ ഒരു പുതിയൊരു കാര്യം കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ പുതിയൊരു ക്ലാസ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് എജ്യൂസ് എൻക്ലക്സ് ആർ ക്ലാസ്സുകൾ നമ്മൾ ലോഞ്ച് ചെയ്യാണ്. അതായത് നിങ്ങൾക്കറിയാം അല്ലേ, എൻക്ലക്സ് ആർ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നഴ്സിംഗിന് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ആണ് എന്നാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ അതിൽ ചോദിക്കുക. അതായത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, പിന്നെ ഇപ്പം ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് NGN നെക്സ്റ്റ് ജനറേഷൻ ആർഎൻ എക്സാം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുക. സോ ഇതൊക്കെ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ്, അതായത് ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ എൻറോൾ ചെയ്തിരുന്ന സ്റ്റുഡൻസിന് ഒരുപാട് നാളായിട്ട് ചോദിക്കുന്ന കാര്യമാണ് എൻക്ലക്സ് ആർ ക്ലാസ്സുകളൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അതിനൊരു ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഈ വരുന്ന ഒക്ടോബർ മാസം 2-ാം തീയതി, അതായത് അടുത്ത മാസം 2-ാം തീയതി വിജയദശമി ദിവസമാണല്ലോ, അല്ലെങ്കിൽ വിദ്യാരംഭ ദിവസമാണല്ലേ. സോ അന്നാണ് നമ്മൾ എജ്യൂസിന്റെ എൻക്ലക്സ് ആർ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് ജസ്റ്റ് ഇനി ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോസിൽ കവർ ചെയ്യും. എങ്കിൽ ഇതിൽ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോഴ്സ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതായത് സാധാരണ ഈ എൻക്ലക്സ് ആർ എക്സാമിനൊക്കെ തയ്യാറാകുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ തയ്യാറാകുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് അവരുടെ ഡ്യൂട്ടി ക്ലാസ് ഒക്കെ ഒന്ന് സിങ്കായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിങ്ങിലാണ്. അതായത് ഈ പറയുന്ന പോലെ ജോലിയോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാം. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുകൂടാതെ തന്നെ റെക്കോർഡ് ക്ലാസ്, അതായത് നമ്മുടെ ആപ്പിൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു ഫീൽ കിട്ടുന്ന തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മുടെ എജ്യൂസിന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാലേ, അത്യാവശ്യമല്ല കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതുകൂടാതെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുകൂടാതെ തന്നെ സാധാരണ അത്യാവശ്യം ഫെയിലിയർ റേറ്റ് ഒക്കെ കൂടിയ ഒരു എക്സാം ആണ് ഈ എൻക്ലക്സ് ആർ എക്സാം എന്ന് പറയാം. എൻക്ലക്സ് ആർ എക്സാമിനെ കുറിച്ച് അറിയാമല്ലോ, അതായത് നമ്മൾ സാധാരണ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കൂടാതെ ഓസ്ട്രേലിയ, പിന്നെ കാനഡ, സോ ഇവിടേക്കൊക്കെ പോകാനായി അല്ലെങ്കിൽ ഇവിടെയൊക്കെ RN ആയിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള എക്സാം ആണ് ഈ എൻക്ലക്സ് ആർ എക്സാം എന്ന് പറയുക അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഒരല്പം ടഫ് ആയിട്ടുള്ള എക്സാം ആണ്. സോ പല വിദ്യാർത്ഥികളും ഒക്കെ എഴുതിയിട്ടുള്ളവർക്ക് അറിയാം, പലരൊക്കെ ഫെയിലിയർ റേറ്റ് ഒക്കെ അത്യാവശ്യം കൂടുതലാണ്. സോ അതൊക്കെ എങ്ങനെ നമുക്ക് മറികടക്കാം, അതായത് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതിന് ഉള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അനാറ്റമി അല്ലെങ്കിൽ പെത്തോളജിയിലൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകണം എന്നില്ല. സോ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു അനിമേഷന്റെ ക്ലാസ് അല്ലെങ്കിൽ അനിമേഷന്റെ സഹായത്തോടു കൂടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ രീതിയിൽ നമുക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള അതിന്റെ ആൻസറിലേക്ക് എത്താനുള്ള ട്രെയിനിങ് നമ്മൾ തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻക്ലക്സ് പവർ പാക്ക് എന്ന് പറയുക. അതായത് ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സബ്ജക്ട് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. സാധാരണ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ നമ്മൾ സബ്ജക്ട് പഠിച്ച് അതിന്റെ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാറ്റ് എക്സാം ആണല്ലേ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് ആണ്. അതായത് നമുക്ക് ആർക്കും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു 65 to 150 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും, പക്ഷെ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ ആൻസേഴ്സ് ചെയ്യുക ആ രീതിയിലായിരിക്കും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് ആണ്. സോ ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ തയ്യാറെടുപ്പിന് നിങ്ങളെ സജ്ജീകരിക്കാനായിട്ടാണ് നമ്മൾ ഒരു എൻക്ലക്സിന്റെ പവർ പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏകദേശം ഒരു 3000+ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാകും, അതിന്റെ റാഷണൽസ് ഉണ്ടാകും, കൂടാതെ മൾട്ടിപ്പിൾ എൻക്ലക്സ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതുകൂടാതെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് അതിന്റെ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ മൈക്രോ നോട്ട്സ്, അതായത് ഓരോ സബ്ജക്ട് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ടാവില്ലേ. സോ അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഓവർവ്യൂ ആയിട്ട് നിങ്ങൾക്ക് എഴുതി തരുന്ന തരത്തിലുള്ള ഒരു മൈക്രോ നോട്ട്സ് ഉണ്ടാകും. കൂടാതെ ഒരു 2 വോളിയത്തിലുള്ള ഒരു ഫ്രീ വർക്ക് ബുക്ക് കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പവർ പാക്കിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കോഴ്സ് ലോഞ്ച് ആകുന്നത് ഒക്ടോബർ മാസം 2-ാം തീയതി നമ്മുടെ വിജയദശമി ദിവസത്തിലാണ്. സോ നിങ്ങൾക്ക് കോഴ്സിലേക്കുള്ള പ്രീ ബുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ അഡ്മിഷൻ ടീം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. സോ എല്ലാവരും, അതായത് വിദേശത്തേക്ക് പറക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും ഉറപ്പായിട്ടും നമ്മുടെ എജ്യൂസിലേക്ക് പോകുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിദേശ ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.